നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ യൂണിറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തത് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ ബാക്ക്ബോൺ ഓഫ് ലോജിസ്റ്റിക്സ്. ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സിന്റെ നട്ടെല്ലാണോ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അല്ലെ, സാധനങ്ങള് മൂവ് ചെയ്യാൻ, സാധനങ്ങള് ഒരു പോയിന്റിൽ നിന്നും അല്ലെ, ഒരു പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയിൽ നിന്നും ആ ഒരു കൺസ്യൂമറിന്റെ ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ മൂവ്മെന്റ് നമ്മളിവിടെ പറയുന്നത് ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, സ്ഥലത്തിന്റെ തടസ്സം. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തടസ്സം. സ്ഥലത്തിന്റെ തടസ്സം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? നമുക്ക് ട്രാൻസ്പോർട്ടേഷനിലൂടെ ഒഴിവാക്കാം അല്ലെ. സ്ഥലത്തിന്റെ തടസ്സം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വഴി എന്ത് ചെയ്യാം, ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മാഗസീനാണ് ലേബർ ഇന്ത്യ അല്ലെ. ലേബർ ഇന്ത്യ നിങ്ങൾക്ക് അറിയാം. ലേബർ ഇന്ത്യ എവിടെയാണ്? കോട്ടയത്തുള്ളതാണ്, കോട്ടയം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യും, അത് ട്രിവാൻഡ്രത്ത് കറക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടൂലേ? ആ പബ്ലിക്കേഷൻ ഇറങ്ങുന്നതിന്റെ പിറ്റേ ദിവസം നമുക്കത് കിട്ടും. എങ്ങനെ? ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നോക്കിക്കേ, നമുക്ക് ഇവിടെ പഠിക്കാം. ട്രാൻസ്പോർട്ടേഷൻ മീൻസ്, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഡെലിവറിംഗ് പ്രോഡക്റ്റ് ടു കസ്റ്റമേഴ്സ് ഓൺ ടൈം, ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ഇൻ ദ ഗുഡ് കണ്ടീഷൻ അറ്റ് റൈറ്റ് പ്ലേസ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാല് കസ്റ്റമറിന് എന്ത് ചെയ്യുന്നു? ഗുഡ്സ് റൈറ്റ് ടൈമിൽ നമ്മൾ എത്തിക്കുന്നു. കസ്റ്റമറിന് ഗുഡ്സ് റൈറ്റ് ടൈമിൽ എത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഡെലിവറിംഗ് ദ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നു. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? റൈറ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുന്നു, റൈറ്റ് ക്വാണ്ടിറ്റിയിൽ, റൈറ്റ് കണ്ടീഷനിൽ, റൈറ്റ് പ്ലേസിൽ ഡെലിവറി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമുക്കൊരു പ്രോഡക്റ്റ് കൺസ്യൂമറിന്റെ കയ്യിൽ റൈറ്റ് ടൈമിൽ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ഇനി നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ വേണം. നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ പറയുന്നത് there are various fixed infrastructure which enhance the different modes of transportation. അല്ലെ, നല്ല റോഡ് നമുക്ക് വേണം, ശരിയല്ലേ? നല്ല ടെർമിനൽ ഫെസിലിറ്റീസ് നമുക്ക് വേണം, ബസ് സ്റ്റാൻഡ് വേണം, റെയിൽവേ വേണം, റെയിൽവേ സ്റ്റേഷൻസ് അല്ലെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ വേണം. അപ്പൊ ഈ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ ആയിട്ട് നമ്മളൊരു സിസ്റ്റത്തിനെ വിലയിരുത്തുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം വിഴിഞ്ഞം പോർട്ട് എന്തുകൊണ്ടാണ് നല്ലൊരു പോർട്ടായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഡെപ്ത് കൂടിയ പോർട്ട് എന്ന് പറയാനുള്ള കാരണം, എല്ലാ കപ്പലിനും അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും അല്ലെ. ഓരോ കപ്പലിനും, ഇപ്പൊ വേറൊരു കപ്പല് ആ സ്റ്റാൻഡിൽ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടെയ്നർ കയറ്റി തീർന്നില്ല എങ്കിൽ ആ മറ്റൊരു കപ്പലിന് എന്ത് ചെയ്യാൻ പറ്റും? കടലിൽ തന്നെ ആങ്കറിങ് ചെയ്ത് നിൽക്കാൻ പറ്റും. എന്താണ് ആങ്കറിങ്? ആങ്കറിങ് എന്ന് പറഞ്ഞാൽ നങ്കൂരം ഇടുക അല്ലെ. അപ്പം നമ്മുടെ സ്ഥലത്ത് മറ്റൊരു ഷിപ്പ് നിൽക്കുകയാണെങ്കിൽ കടലിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഷിപ്പ് പിടിച്ചിടും. അതായത് ആ ആങ്കർ, ആ നങ്കൂരം നമ്മൾ റിലീസ് ചെയ്ത് കടലിനകത്തോട്ട് എന്ത് ചെയ്യും? ഇടും. ഓക്കെ, എന്നിട്ട് അതിന് എന്ത് ചെയ്യും? ഒരു 10-20 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നങ്കൂരം വെച്ച് നമുക്ക് ഷിപ്പിനെ കടലിൽ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ച് ഇടാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ആങ്കറിങ് എന്ന് പറയുന്നത്. അതിനൊക്കെ നല്ല ഡെപ്ത് കൂടിയ എന്താണ്, പോർട്ടൊക്കെ വേണം. മനസ്സിലായില്ലേ? ഡെപ്ത് കൂടിയ പോർട്ടൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കപ്പൊ നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട്, വെഹിക്കിൾസ് അല്ലെ. ഇപ്പൊ ഓരോ പ്രോഡക്റ്റിനും ഓരോ വെഹിക്കിൾ ഉണ്ട്. ഇപ്പം നല്ല വലിയ ട്രെയിലേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ്, നല്ല ലോങ് കണ്ടെയ്നർ കൊണ്ടുപോകുന്ന വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു മാരുതി സുസുക്കിയുടെ കാറ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള വെഹിക്കിൾ ഒക്കെ ആയിരിക്കും ആവശ്യം. അപ്പൊ അതാണ് പറയുന്നത് ദർ ഇസ് എ നീഡ് ഫോർ വെഹിക്കിൾ ഇൻ ഓർഡർ ടു മൂവ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ. അവിടെ എന്ത് വേണം? നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന് നല്ല വെഹിക്കിൾസ് വേണം. ഗുഡ്സും പീപ്പിളും മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല വെഹിക്കിൾസ് വേണം. പിന്നെന്താണ്? ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക്കും പ്രൈവറ്റും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ഓപ്പറേഷൻ ഡീൽ ചെയ്യേണ്ടത്. പബ്ലിക്കിനോ പ്രൈവറ്റിനോ എന്ത് ചെയ്യാം? ഇതൊക്കെ ഡീൽ ചെയ്യാം. അതായത് ഒരു പ്രൊഡ്യൂസറിന്, പുതുതായിട്ട് വരുന്ന ഒരു പ്രൊഡ്യൂസറിന് വണ്ടിയൊക്കെ വാങ്ങിച്ച് വച്ച്
കച്ചവടം നടത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായെന്ന് വരില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലേ? ചെറിയൊരു എമൗണ്ട് ഒക്കെ കൊടുത്ത് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെയും അല്ലെങ്കിൽ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ഇതാണ് ഓപ്പറേഷൻ. നമുക്ക് ഈസി ആയിട്ട് ആ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. പിന്നെ അടുത്ത് പറയുന്നത് പോളിസി. എന്താ പോളിസി എന്ന് പറയുന്നത്? ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ദർ ആർ സെവറൽ പോളിസീസ്. നമ്മൾ എന്ത് ചെയ്യണം? പല പോളിസീസും എന്ത് ചെയ്യണം? നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. നയങ്ങൾ. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന് കൃത്യമായിട്ടുള്ള പോളിസീസ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇപ്പൊ ഗവൺമെന്റ് പറയുകയാണ്, ഇപ്പൊ ഇ വേ ബില്ല്. നമ്മളിപ്പോ എന്താ ഇ വേ ബില്ല്? ഗവൺമെന്റ് ഒരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 50,000 രൂപയ്ക്ക് മുകളില് നമ്മളൊരു കണ്ടെയ്നറിൽ സാധനങ്ങൾ കയറ്റുകയാണെങ്കിൽ അവിടെ എന്ത് വേണം? ഇ വേ ബില്ല് വേണം. ഇ വേ ബില്ല്. അതിൽ GST നമ്പർ എനേബിൾ ആണ്. അത് പോളിസിയാണ്. അത് ട്രാൻസ്പോർട്ടേഷന് മോള് ഗവൺമെന്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള എല്ലാം വേണം, തീർച്ചയായിട്ടും വേണം. അപ്പൊ അങ്ങനെയുള്ള പോളിസിയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നല്ലൊരു ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് എന്ത് വേണം? കൃത്യമായിട്ടുള്ള പോളിസീസും അവിടെ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോ ഒരു ഇന്റർവ്യൂവിന് ചോദിക്കണം എന്തൊക്കെയാണ് ഒരു ഒരു ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം, വെഹിക്കിൾസ് വേണം, ഓപ്പറേഷൻസ് വേണം, കൃത്യമായിട്ടുള്ള പോളിസീസ് വേണം. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. ഒന്ന് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമുക്കറിയാലോ, ഏറ്റവും ഏറ്റവും മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള, നമ്മളെല്ലാം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അത് ഭയങ്കര ഹെൽപ്പാണ് ഇൻഡസ്ട്രിയൽസിനും അഗ്രികൾച്ചർ സെക്ടറിനൊക്കെ. എന്താണ്? റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഹെൽപ്പാണ്. പിന്നെ അടുത്ത് എന്താ പറയണത്? മോസ്റ്റ് സ്യൂട്ടബിൾ മോഡ് ഓഫ് മൂവിംഗ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമുക്ക് പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ഡോർ ടു ഡോർ സർവീസ്. റോഡാണെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് വരെ നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഷിപ്പിൽ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് പോർട്ട്, നമ്മൾ പോർട്ടിൽ ചെന്ന് കളക്ട് ചെയ്യണം. പോർട്ടിനകത്തല്ല. സപ്പോസ് പോർട്ടിന്റെ അടുത്തുള്ള എന്തെങ്കിലും ഒരു കൊറിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും കളക്ട് ചെയ്യണം. പക്ഷെ റോഡാണെങ്കിൽ നമ്മുടെ വീട് വരെ എത്തും, അല്ലെ? ഫ്ലെക്സിബിലിറ്റി ആണ്. പിന്നെന്താണ്? റിലയബിലിറ്റി ആണ്. നമുക്ക് ഏറ്റവും സുതാര്യത ഏതാണ്? റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. റീച്ചിങ് റിമോട്ട് പ്ലേസസ്, ഗ്രാമത്തിലൊക്കെ എത്തിക്കാനായിട്ട് പറ്റും. ഇപ്പൊ തീവണ്ടി, നമ്മൾ റെയിൽ കാർഗോയിലാണ് ഒരു പ്രോഡക്റ്റ് പിടിക്കുകയാണെങ്കിൽ നമ്മൾ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഗ്രാമത്തിലൊക്കെ ഉണ്ടോ? ഇല്ല. പിന്നെന്താണ്? സ്പീഡ് നമുക്കത് റെയിൽവേക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് റോഡ് എന്താണ്? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സ്പീഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് നമുക്ക് പറയാം. ഷിപ്പിനെയൊക്കെ അപേക്ഷിച്ച് റോഡൊക്കെ എന്തായിരിക്കും? സ്പീഡ് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. പിന്നെ അടുത്തെന്താണ്? പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇന്നവേറ്റീവ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇന്നവേറ്റീവ്. പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷന്റെ മറ്റൊരു പേര് ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നു. വെള്ളം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ലേ? അപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റി അല്ലേ? ആണോ അല്ലേ? നമ്മൾ കാശ് കൊടുത്തൊന്ന് വാങ്ങുന്നതാണോ അല്ലേ? ഇത് പൈപ്പ് വഴിയല്ലേ വരുന്നത്? അപ്പൊ അതുപോലെ തന്നെയാണ് എന്തൊക്കെയാണ്? വാട്ടർ, ഗ്യാസ്, ഫ്യൂവൽസ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ഒരു മോസ്റ്റ് മോഡേൺ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതാണ്. വേറെ ഒന്നും അതിൽ നമ്മൾ നോക്കേണ്ട കാര്യം ഇല്ല. റെയിൽ ട്രാൻസ്പോർട്ട് നമുക്കറിയാലോ. എന്താണ് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഇതൊരു പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. പിന്നെന്താണ്? പീപ്പിൾ ആൻഡ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അല്ലെ? റെയിൽവേ, നമ്മൾ റെയിൽവേ യൂസ് ചെയ്ത് പീപ്പിൾസ് അല്ലെങ്കിൽ ഗുഡ്സ്. ഇപ്പൊ റെയിൽവേയിലൊക്കെ ഗുഡ്സ് കൊണ്ടുപോകും. നമ്മൾ ബൈക്കൊക്കെ കൊണ്ടുപോകണം, നിങ്ങൾ കണ്ടോ? ബൈക്ക് ചാക്കൊക്കെ കെട്ടി ഫുള്ള് കവർ ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അത്രയും വർക്കിംഗ് കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അതില് വരുന്നുണ്ട്. അതായത് ഒരു ഡാമേജും ഇല്ലാതെ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഫൈനൽ കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിക്കാൻ നമ്മൾ എന്ത് സഹായിക്കുന്നു? ആര് സഹായിക്കുന്നു? ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ സഹായിക്കുന്നു. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എയർ ട്രാൻസ്പോർട്ട് അറിയാലോ, ഏറ്റവും ഹൈ കോസ്റ്റ് കൂടിയ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ബിഗസ്റ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. മനസ്സിലായില്ലേ? നമുക്ക് ഇതില് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റും. ആ ഒരു ഗുണം എന്തിനുണ്ട്? എയർപോർട്ട് ട്രാൻസ്പോർട്ടേഷന് ഉണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സീ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ്.
ഏറ്റവും ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമുക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ വളരെ എമൗണ്ട് കുറവാണ്. നമുക്കറിയാലോ, ഒരു ഷിപ്പിൽ നമുക്ക് എത്രയാണ്, ഒരു 4000 മുതൽ 24,000 കണ്ടെയ്നർ ഉള്ളു. 800 കണ്ടെയ്നർ കൊള്ളുന്ന ഷിപ്പുണ്ട്, 2000 കണ്ടെയ്നർ കൊള്ളുന്ന ഷിപ്പുണ്ട്. അപ്പൊ ഇത്രയും 24,000 കണ്ടെയ്നർ എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം ഗുഡ്സ് ആയിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു ചെലവുണ്ട്. ആ ചെലവ് എല്ലാ കമ്പനിയായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും. അപ്പൊ അതൊരു ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ എന്താ പറയുന്നത്, സീ ഇൻവോൾവ് ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ ത്രൂ വാട്ടർ മോഡ് സച്ച് ഷിപ്പ്, ബോട്ട്, ബാച്ച് ആൻഡ് സെയിൽ ബോട്ട്സ് ഓവർ വാട്ടർ ബോഡീസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഷിപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ടേഷൻ നടത്താനായിട്ട് പറ്റും. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, sea transport is best suited for transporting goods and which are non-perishable. Sea transport എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ബെസ്റ്റ് സ്യൂട്ട് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്. മനസ്സിലായില്ലേ? ഏതിന്? നോൺ പെരിഷബിൾ. നോൺ പെരിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ചീത്തയാവാത്ത ഗുഡ്സ്. ഓക്കെ, ചീത്തയാവുന്ന ഗുഡ്സ് ആണെങ്കിൽ എന്താണ്, ഒരിക്കലും നമുക്ക് ഷിപ്പ് പറ്റില്ല. ഞാൻ പറഞ്ഞു, കാരണം എന്താണ്, ടൈം കൂടുതൽ എടുക്കും. മനസ്സിലായില്ലേ? അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഡിഫറെന്റ് സർവീസ്. ഒന്ന്, നമുക്ക് എന്താണ്, ഗുഡ്സ് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ ഫുൾ കണ്ടെയ്നർ ലോഡ്, 20 മുതൽ 40 ഫീറ്റ് വരെയുള്ള സൈസസ് ഉള്ള കണ്ടെയ്നർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിപ്പിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. റെഫ്രിജറേറ്റർ ഫെസിലിറ്റീസ്, കൂളിംഗ് കപ്പാസിറ്റി ഉള്ള കണ്ടെയ്നർ, അതൊക്കെ നമുക്ക് ഉണ്ട്. പിന്നെ ടു ട്രാൻസ്പോർട്ട് LCL, ലെസ് ദാൻ കണ്ടെയ്നർ ലോഡ്, വിച്ച് ഇൻവോൾവ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഇൻ ഡിഫറെന്റ് ക്ലൈൻസ് ഇൻ സിംഗിൾ കണ്ടെയ്നർ. ഒരു സിംഗിൾ കണ്ടെയ്നറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ കുറച്ച് സാധനമാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ? ഞാൻ നമ്മുടെ ഈ ചവിട്ടി തുടയ്ക്കുന്ന മാറ്റ്, ചകിരി കൊണ്ടുള്ള ചവിട്ടി തുടയ്ക്കുന്ന മാറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത കൺട്രിയാണ്. അപ്പൊ അതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത്. അപ്പൊ എനിക്കൊണ്ട് ഒരു കണ്ടെയ്നർ നിറച്ചില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് പകുതി വെച്ചാൽ മതി, വേറെ പകുതി ബാക്കിയുള്ള ഏതെങ്കിലും ഇതേപോലെ ലൂസ് ഐറ്റംസ് നിറച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ അത് നമുക്കൊരിക്കലും ഒരു ലോറിയിൽ അത് പറ്റത്തില്ല. നമ്മളൊരു കണ്ടെയ്നറിന്റെ ചാർജും കൊടുക്കണം, ലോറിയുടെ എക്സ്പെൻസും കൊടുക്കണം. ടു അച്ചീവ് ഇമ്പോർട്ടന്റ് ആൻഡ് റെലവന്റ് ഡോക്യുമെന്റ്, ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് അവിടെ ആവശ്യമാണ്. പിന്നെ അടുത്ത് എന്താ പറഞ്ഞാൽ, ടു പ്രൊവൈഡ് കസ്റ്റംസ് ആൻഡ് ബ്രോക്കറേജ് സർവീസ്. എന്താണ് അവിടെ നമുക്ക് എന്താവശ്യമാണ്, ആ കസ്റ്റംസ് ആൻഡ് ബ്രോക്കറേജ് സർവീസ്, അല്ലെ? എന്താണ് കസ്റ്റംസ് ആൻഡ് ബ്രോക്കറേജ് സർവീസ് എന്ന് പറഞ്ഞാല്, ഒരു പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഉണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ കസ്റ്റംസ് സർവീസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും, അല്ലെ? കുറച്ചുകൂടി ഒരു ലീഗൽ റെഗുലേഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ്, കാർഗോ ഡെലിവറി, എന്താണ്, ഡോർ ടു ഡോർ സർവീസ്. നമ്മളിപ്പോ പോർട്ടിൽ നമ്മളിപ്പോ ഡെലിവറി ചെയ്താലും നമുക്ക് എന്താണ്, ഡോർ ടു ഡോർ സർവീസസിൽ പ്രോഡക്റ്റ് ഒക്കെ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ സർവീസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ റോഡ് പറഞ്ഞു, റെയിൽവേ പറഞ്ഞു, സീ പറഞ്ഞു, എയർ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട്. മൾട്ടി മോഡൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ലടായി. ഇപ്പൊ നമുക്കിപ്പോ ഒരേ ഒരു പോർട്ടേ ഉള്ളൂ, എറണാകുളം പോർട്ടിൽ നമ്മുടെ കാറ് വന്നു. ആ കാറ് വന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മൾ ട്രിവാൻഡ്രമാണ്. ആ കാറ് പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടെയ്നറിൽ കയറ്റുന്നു. അപ്പൊ അവിടെ എന്തായി, ഒരു ഷിപ്പ്, എറണാകുളം പോർട്ടിൽ എങ്ങനെയാ വന്നത്, ഷിപ്പായി. അപ്പൊ ഷിപ്പും വന്നു, കണ്ടെയ്നറും വന്നു. അപ്പൊ രണ്ട് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ അവിടെ വന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുഡ്സിന്റെ കണ്ടീഷൻ. ഷിപ്പിലെ ക്യാപ്റ്റൻ ഗുഡ്സിന്റെ കണ്ടീഷൻ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ കണ്ടെയ്നറിൽ കയറ്റാവൂ. കണ്ടെയ്നറും കാരനും അങ്ങനെ തന്നെയാണ്. എന്താണ്, പ്രോഡക്റ്റ് ഷിപ്പിൽ ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ കണ്ടെയ്നറിൽ കയറ്റാവൂ. ഇല്ല എങ്കിൽ നമുക്കൊരു ക്ലെയിം, എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യുമ്പോൾ കണ്ടെയ്നർ ആകാൻ പറയും, നമ്മുടെ ഇതിലല്ല വന്നത്, ഷിപ്പിലുള്ളതാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് പേപ്പർ വർക്ക് ഇതിന് കൂടുതലാണ്. ഓക്കെ, സ്റ്റെയിൽ ബിൽ ഓഫ് ലേഡിംഗ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. എന്താ പറയുന്നത്, ആസ് എ നെയിം ഇറ്റ് സെൽഫ് സജക്ട്സ് എ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഇസ് ഇൻവോൾവ് ട്രാൻസ്പോർട്ട് യൂസിങ് മോർ ദാൻ വൺ മീൻസ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രാൻസ്പോർട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്, അവിടെ പലതരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് നോൺ ആസ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ. അതായത് നമ്മളൊരു ഡിഫറെന്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ട്രാൻസ്പോർട്ടേഷൻ. ഒന്ന്, ടെർമിനൽ ഫെസിലിറ്റീസ്, അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം, ടെർമിനൽ ഫെസിലിറ്റീസ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെർമിനൽ ഫെസിലിറ്റീസിൽ നമുക്ക് എന്താണ്, ലാൻഡ് ഉണ്ടായിരിക്കണം. നമുക്കത് സ്കാൻ ചെയ്ത് നിർത്താനുള്ള, ട്രാൻസ്പോർട്ട് നമുക്ക് ഒതുക്കി നിർത്താനുള്ള ലാൻഡ് ഉണ്ടായിരിക്കണം, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ഗുഡ്സ് ഇറക്കാനുള്ള എക്യുപ്മെന്റ്സ്, അങ്ങനെയൊക്കെയുള്ള വെയർ ഹൗസ് ഓപ്പറേഷൻസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് ടെർമിനൽ ഫെസിലിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ ഉള്ളത് വെഹിക്കിൾ. നമ്മൾ പറഞ്ഞു നല്ല വെഹിക്കിൾ ഒക്കെ വേണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ലേ? നമ്മുടെ പ്രോഡക്റ്റിന്റെ സൈസ്, വോളിയം, നേച്ചർ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വെഹിക്കിൾ തിരഞ്ഞെടുക്കുക. പ്രോഡക്റ്റ് വലിയ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് സൂട്ടബിൾ ആവുന്ന വെഹിക്കിൾ, സൂട്ടബിൾ ആവുന്ന കണ്ടെയ്നറും വെഹിക്കിളും എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി വലുതായിരിക്കണം. നല്ലപോലെ പാക്ക് ചെയ്യാനൊക്കെ നമുക്ക് പ്രോഡക്റ്റ് പാക്ക് ചെയ്യാനൊക്കെ പറ്റണം. പിന്നെ ഫ്യൂവൽ കോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അവിടെയാണ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ നോക്കുന്നത്. ഫ്യൂവൽ കോസ്റ്റ് നമുക്കിപ്പം എയർ കാർഗോയിലും വിടാം, പക്ഷെ എയർ കാർഗോയിൽ കോസ്റ്റ് കൂടുതലാണ്. ഗവൺമെന്റ് റെഗുലേഷൻസ് നോക്കണം. പിന്നെ ടൈം, കൺസ്യൂമറിന്റെ കയ്യിലെത്തുന്ന ടൈം, നമുക്ക് എത്ര പ്രോഡക്റ്റ് ആണ്, എത്ര സമയമാണ് ഒരു ലൂപ്പ് ടൈം ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ റോഡിൽ അല്ലെങ്കിൽ സീന് എത്ര സമയം പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. പിന്നെ റൂട്ട്സ് ആൻഡ് സെക്ഷണൽ കപ്പാസിറ്റീസ്. ഈ ട്രാൻസ്പോർട്ടേഷൻ പഠിക്കുന്നവർക്ക്, അതായത് ലോജിസ്റ്റിക്സ് പഠിക്കുന്നവർ ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിൽ വരുന്ന ഒരു ജോബാണ് ഏത്, ഈ പറയുന്ന റൂട്ട് പ്ലാനിംഗ് ഒക്കെ നടത്തിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ടത്. റൂട്ട് പ്ലാനിംഗ് ഒക്കെ നടത്തിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോഡക്റ്റ് കൺസ്യൂമറിന്റെ കയ്യിൽ ഡെലിവറി ചെയ്യേണ്ടത്. ഇനി അടുത്ത ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ. പ്രോഡക്റ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്? ബൾക്കായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം, അല്ലാതെ നമുക്ക് ക്ലയൻസിനെ മീറ്റ് ചെയ്തും പോവാം. ഇപ്പൊ റോഡാണെങ്കിൽ നമുക്കൊരു ബൾക്ക് ഡിസ്ട്രിബ്യൂഷനിലോട്ട് പോകേണ്ട കാര്യമില്ല, നമുക്ക് ക്ലയൻസിനെ മീറ്റ് ചെയ്ത് പോയാൽ മതി. അപ്പൊ പാറ്റേൺ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഈസ് അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പൊ നോക്കിയാൽ ട്രാൻസ്പോർട്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ടേക്ക് പ്ലേസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ, ഫ്രം റോ മെറ്റീരിയൽ സപ്ലൈഡ് ടു ദി ഓർഗനൈസേഷൻ ബൈ സപ്ലൈ ടു ഡെലിവർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്ച്വൽ കസ്റ്റമർ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വൽ കസ്റ്റമറിലെ ഡെലിവറി ചെയ്യാനായിട്ട്. ഹലോ ഹലോ പറഞ്ഞോളൂ. 2 മിനിറ്റ് ഓൺലൈൻ ക്ലാസ്. ഓക്കെ 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 അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലയൻസിനെ മീറ്റ് ചെയ്ത് പോവുക. നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓൺ ടൈം ഡെലിവറി ആണ്. പിന്നെ നേച്ചർ ഓഫ് പ്രോഡക്റ്റിന്റെ നേച്ചർ നമ്മൾ നോക്കണം. എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പെരിഷബിൾ, നമ്മൾ അവിടെ നേരത്തെ ഷിപ്പിൽ പറഞ്ഞത് എന്താ, എടുത്തു പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഡ്യൂറബിൾ ഗുഡ്സ് ആയിരിക്കണം ഷിപ്പിൽ കയറ്റി അയക്കേണ്ടത്. പെരിഷബിൾ ഗുഡ്സ് നമുക്ക് ഷിപ്പിൽ കയറ്റി അയക്കാൻ പറ്റുമോ? ഇല്ല. പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ഏതിലാ കയറ്റി അയക്കേണ്ടത്, നമ്മൾ കയറ്റി അയക്കേണ്ടത് പെട്ടെന്ന് ചീത്തയാവുന്ന ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ എവിടെ കയറ്റി അയക്കണം, എയർ കാർഗോയിലാണ് നമ്മൾ കയറ്റി അയക്കേണ്ടത്. ഇനി ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ബിൽ ഓഫ് ലേഡിംഗ് ഡോക്യുമെന്റ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഹെഡ് ആയിട്ട് തന്നെ പഠിക്കുകയെ. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പ്രോഡക്റ്റ് ഷിപ്പിൽ വയ്ക്കുന്നതിനുള്ള ഷിപ്പിൽ നമ്മൾ പ്രോഡക്റ്റ് വെച്ചതായിട്ടേ നമുക്കൊരു എന്ത് വേണം, ഒരു ഉറപ്പ് വേണം. അതിനാണ് നമ്മൾ ബിൽ ഓഫ് ലേഡിംഗ് ഉപയോഗിക്കുന്നത്. ഈ ബിൽ ഓഫ് ലേഡിംഗ് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 10 ഐഫോൺ, നമുക്കറിയാലോ ഒരു ഐഫോണിന്റെ വില 1,50,000 ഈ 10 ഐഫോൺ ആകുമ്പോൾ 15 ലക്ഷം രൂപയായി. അപ്പൊ നമ്മൾ ഈ 15 അല്ലെങ്കിൽ ഈ 10 ഐഫോൺ ഷിപ്പിൽ വെച്ചതായിട്ട് നമുക്കൊരു എവിഡൻസ് വേണ്ടി. ഷിപ്പിൽ നിന്ന് മോഷണം നടക്കാം, അല്ലേ? അവരുടെ യൂണിഫോം ഒക്കെ വെള്ളയാണെങ്കിലും എന്ത് ചെയ്യാം, മോഷണമൊക്കെ തീർച്ചയായിട്ടും നടക്കാം. പണ്ട് നമ്മൾ ഈ ഭീമാപള്ളി സൈഡിലൊക്കെ എന്ത് ചെയ്യും, ഈ ടേപ്പ് റെക്കോർഡർ ഒക്കെ വരും, ബില്ലില്ലാത്ത ഫിലിപ്സിന്റെ ടേപ്പ് റെക്കോർഡർ അതൊക്കെ വരും. ഇതൊക്കെ വരുന്നത് എങ്ങനെയാണ്, അതൊക്കെ ഈ പറയുന്ന തെഫ്റ്റ് നടക്കുന്നതാണ്. അപ്പൊ നമ്മൾ അതൊന്നും ഇപ്പൊ ഇല്ല, കാരണം ഇപ്പൊ നമുക്ക് ഡോക്യുമെന്റ് ഉണ്ട്. നമ്മള് പ്രൂഫ്, പ്രോഡക്റ്റ് വച്ചതായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു പ്രൂഫ് വേണം. അതാണ് ബിൽ ഓഫ് ലേഡിംഗ്. ഓക്കെ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ അടുത്ത് പറയുന്നത് കൺസൈൻമെന്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസൈൻമെന്റ് നോട്ട് ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് സർട്ടിഫൈ ദാറ്റ് എ പർട്ടിക്കുലർ കരിയർ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസൈൻമെന്റ് നോട്ട് എന്ന് പറഞ്ഞാൽ. കൺസൈൻമെന്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് സർട്ടിഫൈ ദാറ്റ് എ പർട്ടിക്കുലർ കരിയർ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഗുഡ്സ്. നമ്മുടെ ഗുഡ്സ് അയാള് അവിടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാം, നമ്മുടെ ഗുഡ്സ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാം എന്ന് പറയുന്ന കോൺട്രാക്ട് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പുതിയ പ്രൊഡ്യൂസറാണ്, എനിക്ക് വെഹിക്കിൾ ഉണ്ടോ, എനിക്ക് വെഹിക്കിൾ ഇല്ല, സോ ഞാൻ ആരെ ഏൽപ്പിക്കും, വെഹിക്കിൾ ഉള്ള മറ്റൊരാളെ ഏൽപ്പിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കണം. അപ്പൊ ഞാനും ഈ കണ്ടെയ്നർകാരനും തമ്മിൽ ഒരു കൺസൈൻമെന്റ് നോട്ട് വേണം, ഇല്ലെങ്കിൽ അവൻ കൃത്യസമയത്ത് എത്തിക്കോ, ഇല്ല. അപ്പൊ അടുത്ത് ഞാൻ എന്താ പറയുന്നത്, സീവേ ബില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല, എയർവേ ബില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പറഞ്ഞുതരാം. സീവേ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഗുഡ്സ് സീ വഴി, കടൽ വഴി അല്ലെങ്കിൽ മറൈൻ വഴി നമ്മൾ ഗുഡ്സ് അയക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്, സീവേ ബില്ല് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതെന്താണ്, അത് നമ്മൾ ഈ ഷിപ്പിംഗ് കമ്പനിയായിട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ്. പിന്നെ എയർവേ ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ എയർ കാർഗോ വഴി നമ്മൾ അയക്കുന്നത്. ഇതൊക്കെ മുൻപേടായിട്ട് ചോദിക്കുകയും നിങ്ങൾ ഇന്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ ചോദിക്കും, നമുക്കിപ്പം ഷിപ്പ് വഴി പ്രോഡക്റ്റ് അയക്കുന്നതിന് ചില ഷിപ്പിംഗ് ബില്ല് എന്ന് പറയും.
സീ വേ ബിൽ എന്നാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ അടുത്ത് എയർ കാർഗോ വഴി അയക്കുന്നതിന് എയർവേ ബിൽ. പിന്നെ റെയിൽ നമ്മൾ നമ്മുടെ ഏതാണ് റെയിൽ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു ഗുഡ്സ് നമ്മൾ അയക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റെയിൽ കൺസൈൻമെന്റ് നോട്ട്. പിന്നെ ഡെലിവറി ഓർഡർ നമ്മളിൽ ഉണ്ടായിരിക്കണം. പ്രോഡക്റ്റ് എത്ര, ക്വാണ്ടിറ്റി എത്ര, ആ ക്വാണ്ടിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രൈസ് എത്ര, ടോട്ടൽ ടാക്സ് അടച്ചത് എത്ര, അതെല്ലാം ഉണ്ടായിരിക്കണം. പിന്നെ ഡോക്ക് റെസിപ്റ്റ്, പോർട്ടിനകത്ത് കയറാനുള്ള ഡോക്ക് റെസിപ്റ്റ് കാരിയറിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഡോക്ക് റെസിപ്റ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോളേ. ഇപ്പൊ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അത് ബിൽ ഓഫ് ലേഡിംഗ് ആണ്, അല്ലെ? ഇപ്പൊ ഇന്റർവ്യൂവിന് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ, എസ് ഐ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും വരത്തില്ല. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് വെച്ചതായിട്ട് എവിഡൻസ്, ആ ബിൽ ഓഫ് ലേഡിംഗ്, മനസ്സിലായോ? ഈ ഷിപ്പ് വഴിയാണെങ്കിൽ നമ്മൾ സീ വേ ബില്ല്, എയർ ആണെങ്കിൽ എയർവേ ബില്ല്. പിന്നെ കൺസൈൻമെന്റ് നോട്ട് അറിയാമല്ലോ, നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടെത്തിക്കാം എന്ന് പ്രോമിസ് ചെയ്യുന്ന ആളുമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഏത് കൺസൈൻമെന്റ് നോട്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വെച്ചിരിക്കണം. പിന്നെ ഷിപ്പിംഗ് ഗ്യാരണ്ടി, ഷിപ്പിംഗ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു സേഫ് ആയിട്ട്, അല്ലെ, ഗുഡ്സിന്റെ എന്താണ് സേഫ്നെസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഗുഡ് കണ്ടീഷനിലൊക്കെ പ്രോഡക്റ്റ് എത്തിക്കോ ഇല്ലേ എന്നൊക്കെ നോക്കുന്നതാണ് ഷിപ്പിംഗ് ഗ്യാരണ്ടി. അതൊരു ഡോക്യുമെന്റ് ആണ്. പിന്നെ പാക്കിംഗ് നോട്ട്, പാക്കിംഗ് നോട്ടിലാണ് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും ഇൻഫർമേഷൻ ഒക്കെ വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്, ഒറിജിൻ, പിന്നെ ഡെസ്റ്റിനേഷൻ, പിന്നെ ട്രാൻസ്പോർട്ട്, ഡേറ്റ് ഓഫ് ഡെലിവറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാക്കിംഗ് നോട്ടിൽ വരുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല. പ്രൂഫ് ഓഫ് ഡെലിവറി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡെലിവറി ചെയ്തു, ഇപ്പൊ ഫ്ലിപ്കാർട്ടൊക്കെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുമ്പോൾ OTP ഒക്കെ വരും. അപ്പൊ പ്രൂഫ് ഓഫ് ഡെലിവറി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നമുക്ക് ഇതിലൊരു കേസ് സ്റ്റഡി ഉണ്ട്. കേസ് സ്റ്റഡി നമുക്ക് ലൈവ് ക്ലാസ്സിന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ നോട്ടിലുള്ള എപ്പോഴും നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറയുന്ന കീവേഡ്സ് ആണ്. ഇതൊക്കെയാണ് ഇന്റർവ്യൂവിന് ചോദിക്കേണ്ടത്. ഇതാണ് ട്രാൻസ്പോർട്ടേഷൻ. ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ.